ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. വിദ്യാരംഗം കലാസാഹിത്യവേദിയും ക്ലബ്ബുകളും ഉദ്ഘാടനം ചെയ്തു. തിരൂർ PPN AUP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മറ്റ് വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു. പ്രശസ്ത മജീഷ്യൻ അനിൽ പരപ്പനങ്ങാടിയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. കുട്ടികളുടെ കണ്ണിനും കാതിനും വിസ്മയം തീർത്ത മാജിക് ചടങ്ങിന്റെ ഹൈലൈറ്റായി. മൂന്നാമത്തത് ഒരു ഒന്നുമില്ലാത്ത കവറാണ്. ഈ ചീട്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ ഇടാം. ആണല്ലോ, ഈ ചീട്ടിനുള്ളിലേക്ക് ഇങ്ങനെ ഇടാം. ഇങ്ങനെ ഇട്ടതിന് ശേഷം ഞാൻ ഈ കവർ, ഈ ബ്ലാക്ക് കവറിനുള്ളിലേക്ക് ഇങ്ങനെ ഇടുന്നു. ഇപ്പോൾ ചീട്ടും അതിന്റെ പച്ച നിറത്തിലുള്ള പെട്ടിയും ഒക്കെ ഇതിലുണ്ട്. ചീട്ടുകൊടുണ്ടോ? ചീട്ടുകൊടുണ്ട്. ഈ പെട്ടി ഇവിടെയുണ്ട്. കാണുന്നുണ്ടല്ലോ? ആ കവർ എവിടെയാണ്? എന്റെ കയ്യിൽ ഇവിടെയാണ് ഈ ചീട്ടുള്ളത്. ശ്രദ്ധിച്ചോളൂ. അവിടെയാണ് കവർ, ഇവിടെയാണ് ചീട്ട്. അവിടെ നീ നിന്റെ സൃഷ്ടാവിന്റെ നാമത്തിൽ വായിക്കുക എന്ന് ഖുർആനിൽ ആദ്യ വചനം എഴുതിയ നബിയുടെ ഇസ്ലാമത്തെ സൂചിപ്പിക്കുന്ന പച്ച നിറമുള്ള യേശുക്രിസ്തുവിന്റെ ക്രിസ്തുമത്തെ സൂചിപ്പിക്കുന്ന വെള്ള നിറമുള്ള മൺപൊടിപ്പൺ, ലോക സമസ്ത സുഖിനോ ഭവന്തു ആർഷഭാരത്തിലെ മാർഷമാർ നമ്മോട് പറഞ്ഞ ഹിന്ദുമത്തെ സൂചിപ്പിക്കുന്ന കുങ്കുമ നിറമുള്ള റിബൺ. ക്രിസ്ത്യാനിയും മുസൽമാനും സിഖുകാരനും പാഴ്സിയും ബുദ്ധനും ജൈനനും ഹിന്ദിക്കാരനും മറാഠിയും തമിഴനും കന്നഡക്കാരനും മലയാളിയും കാശ്മീരിയും പഞ്ചാബിയും ആസാമിയും ഒരൊറ്റ രാജ്യത്ത് വളരെ സഹോദരത്വം ഇന്ത്യയാണ്. ഇന്ത്യയുടെ മതേതരത്വം എന്ന വികാരമാണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നത്. ബാഗ് ഒരിക്കൽ കൂടി കാണിക്കാം. കാലിയായ ഈ ബാഗിലേക്ക് ഞാൻ എൻ്റെ ഈ 3 നിറങ്ങൾ ഇടുകയാണ്. ശ്രദ്ധിച്ചോളൂ. ഈ 3 നിറങ്ങൾ ചേരുമ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു സ്വപ്നമായി നമ്മുടെ ഇന്ത്യ മാറുമ്പോൾ PTA പ്രസിഡന്റ് അൻവർ സാദത്ത് ചോമയിൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ അനിൽ, SMC ചെയർമാൻ പ്രജീവ്, വിദ്യാരംഗം കോർഡിനേറ്റർ മറിയമ്മ ടീച്ചർ, PT എക്സിക്യൂട്ടീവ് അംഗം ഷഫീഖ് എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ സുർജിത്, സുജേഷ്, നഫീസ, പർവിൻ, അമ്പിളി, രജനി, ഗീത, അഭിനവ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജാൻ മീഡിയ ന്യൂസ് തിരൂർ.